ഹലോ ഫ്രണ്ട്സ്, കുമ്പളങ്ങ വെച്ചിട്ട് ഞാനൊരു ഹൽവ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കുമ്പളങ്ങ പോലെ തന്നെ നമ്മുടെ വീട്ടിലധികം യൂസ് ചെയ്യാത്ത ഒരു വെജിറ്റബിളാണ് മത്തങ്ങ. മത്തങ്ങ നമ്മൾ കൂടിപ്പോയി ഒരു കറി വയ്ക്കും, എലിശ്ശേരി വയ്ക്കും എന്നല്ലാതെ അധികം വേറെ പരീക്ഷണങ്ങളൊന്നും മത്തങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മത്തങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 2 സാലഡുകളാണ്. മത്തങ്ങയിൽ ശരിക്കും ഒരുപാട് വിറ്റമിൻസും മിനറൽസും ആൻറ്റിയോക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിലും അതിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് നല്ലതാണ്. ഇനിയിപ്പോൾ അതിൽ ആൻറ്റിയോക്സിഡൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും മത്തങ്ങ സഹായിക്കാറുണ്ട്. അപ്പോൾ മത്തങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് സാലഡ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മത്തങ്ങ പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് മത്തങ്ങ കഴിക്കുമ്പോൾ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ മത്തങ്ങ ക്യാരറ്റാന്ന് പറഞ്ഞു കൊടുത്താലും അത്ര ഡിഫറൻസ് മനസ്സിലാവില്ല. ആ ഒരു മധുരം ഉണ്ടല്ലോ മത്തങ്ങയ്ക്ക്. അപ്പോൾ മത്തങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിളായിട്ടുള്ള സാലഡ് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രഞ്ചായിട്ടോ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ടില്ല. നമുക്ക് ഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും തൊലി കളയാതെ ഇങ്ങനെ പിടിച്ച് ഗ്രേറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണം ഞാൻ കഴുകിയെടുത്തതാണ് നന്നായിട്ട്, തൊലി കളയാണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു 11 മണിക്കൊക്കെ ഒരു ബ്രഞ്ചായിട്ടൊക്കെ വീട്ടമ്മമാർക്കാണെങ്കിലും കഴിക്കാം. മത്തങ്ങയുടെ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും മത്തങ്ങ കൂട്ടാനിൽ ഇടാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതുപോലെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടും ഇതേപോലെ തന്നെ സാലഡ് ഉണ്ടാക്കാം. ചൊരയ്ക്ക ഒക്കെ ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിക്കാം. കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനത്തെ സാലഡ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കതൊന്നും കഴിക്കാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ 1-2 വയസ്സായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് കൊടുക്കാൻ വേണമെങ്കിൽ. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ. ഇത് വെച്ചിട്ട് ഞാൻ 2 സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഗ്രേറ്റ് ചെയ്തെടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മത്തങ്ങയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ആവശ്യത്തിന് എടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കുന്നുണ്ട്. ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയുടെ ജ്യൂസാണ്. ഞാനിപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ നീരെടുത്തതാണ്. ഇതിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇന്ദുപ്പാണ് ഞാൻ ചേർക്കണേ. ഇന്ദുപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് റെഡി. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡാണത്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ബ്രഞ്ചായിട്ടോ ഒക്കെ കഴിക്കാം. അടുത്ത സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ അധികം മധുരമൊന്നും ഇല്ലാത്ത പുളിയുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വീറ്റ് സാലഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ പംകിൻ ഗ്രേറ്റ് ചെയ്തത് എടുക്കുക. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് നമുക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഉണ്ടാക്കിയ സാലഡ് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് സ്നാക്കായിട്ടാണ് നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരമാണ്, ചിരകി വെച്ച നാളികേരമാണ്. ഇതിപ്പോൾ ഞാൻ 1/2 മുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പംകിൻ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നാളികേരം. ഒരു
നാളികേരത്തിനാണെങ്കിലും നാളികേര പാലിനാണെങ്കിലും ഗുണം ഒരുപാടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം, ഇഷ്ടമുള്ള മധുരം ചേർക്കാം. ഞാൻ ശർക്കരപ്പൊടി തന്നെയാണ് ചേർക്കണേ. ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പംകിൻ വെച്ചിട്ടുള്ള സ്വീറ്റ് സാലഡും റെഡിയായി. ഇതിലെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. വേണമെങ്കിൽ സോക്ക് ചെയ്ത് വെച്ച പീനട്ട്സ് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു ക്രഞ്ചി ആവും. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള റോ വെജിറ്റബിൾസ് ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലുതാവുമ്പോൾ കഴിക്കാനധികം മടിയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സാലഡും റെഡിയായി. മുമ്പ് ഞാൻ ഇതുപോലെ മത്തങ്ങ വെച്ചിട്ടുള്ള ചപ്പാത്തി ചെയ്തിരുന്നു. അത് നമുക്ക് ചപ്പാത്തിയിൽ മത്തങ്ങ ആഡ് ചെയ്യുമ്പോൾ മത്തങ്ങയുടെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല, മത്തങ്ങയുടെ ഗുണങ്ങളും കിട്ടും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇടയ്ക്ക്. ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് 2 സാലഡും, സ്വീറ്റ് സാലഡ് ആണെങ്കിലും ഫസ്റ്റ് കാണിച്ചിട്ടുള്ള കുറച്ച് പുളിയൊക്കെയുള്ള പംകിൻ സാലഡ് ആണെങ്കിലും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സാലഡ്. ഇതുപോലെ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കിയാൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.